മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, കേരള അസംബ്ലി ഇലക്ഷനിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള UDF ഗവൺമെൻറ്റിൻ്റെ തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും തിരഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രിയെയും കണ്ടില്ല. എന്താണേലും വളരെ തമാശകരമായ ഒരു സംഭവവികാസമാണ് ഇപ്പോൾ നടക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നെങ്കിൽ ആർക്കും മുഖ്യമന്ത്രിയും ആർക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ എല്ലാം VD സതീശൻ്റെ തലയിൽ തന്നെ വന്നേനി. ഇവിടെയുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള തിരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ദുർനടപ്പും ദുർവ്യയവും അഴിമതിയും മൂലം ഏകദേശം ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. അപ്പോൾ എല്ലാ MP-മാരും ഡൽഹിയിൽ നിന്ന് പെട്ടിയുമെടുത്ത് ഇങ്ങോട്ട് പോരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. ആ തയ്യാറെടുപ്പിൽ ശശി തരൂര്, KC വേണുഗോപാൽ, അടൂർ പ്രകാശ് എന്ന് വേണ്ട UDF MP-മാരിൽ ഭൂരിഭാഗവും ഇവിടെ തന്നെ മത്സരിച്ച് ജയിച്ച് MLA ആയി എങ്ങനെയെങ്കിലും മന്ത്രിപദം നേടിയെടുത്തുകൊണ്ട് അവനവനിസം കൊണ്ട് 10 കാശുണ്ടാക്കാം, അല്ലെങ്കിൽ അധികാരങ്ങളിൽ ഭ്രമിക്കാം, സ്വയം സേവനം നടത്താം എന്നുള്ളതാണ്. ഇവർക്കാർക്കും പാർട്ടിയും ജനങ്ങളും ഒന്നും ഒരു പ്രധാന കാര്യമല്ല. ഇവരൊന്നും ഒക്കെ സമയം ഈ പറച്ചിലല്ലാതെ എല്ലാം പാർട്ടിക്ക് വേണ്ടിയാണ്, ജനത്തിന് വേണ്ടിയാണെന്നുള്ള വാഗ്ധോരണി നടത്തുകയല്ലാതെ ഇവരാരും ഒരു നാട് നന്നാക്കാനോ രാജ്യം നന്നാക്കാനോ ഒന്നുമല്ല. എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കി ഫോറിനിൽ കൊണ്ടുപോയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പണിയാണ് ഇവരൊക്കെ നോക്കുന്നത്. അതാണ് കണ്ടത്. അപ്പോൾ ഒരു KC വേണുഗോപാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ MP-മാരും ഇവിടെ വന്ന് കൂട്ടത്തെല്ലും തമ്മിത്തെല്ലും നടന്ന് തോറ്റുപോയി വീണ്ടും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളത് ഏകദേശം കണ്ടു. അപ്പോൾ ഇവരാരും ഇത്രയും വോട്ടൊന്നും പ്രതീക്ഷിച്ചില്ല. വല്ല 71, 72 തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും 10, 9 കിട്ടി കഷ്ടിച്ച് ഭരിക്കാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ പിണറായിയെ കൊണ്ട് മുടിഞ്ഞ് LDF തന്നെ ഞെട്ടിപ്പോയി. LDF ഭരണം കൊണ്ട് ഈ മാതിരി ധൂർത്തും അഴിമതിയും കക്കുക മുക്കുക നക്കുക എന്നുള്ള പോളിസിയിൽ കേരളം മുടിച്ച് മുത്തോലോരം വന്നു കഴിഞ്ഞപ്പോൾ ജനം മനസ്സിലായി, കേരളം ഒരു മഫിയ കൺട്രിയായി മാറും, നാർക്കോട്ടിക്സ് ജിഹാദ് നാർക്കോട്ടിക് കൺട്രിയായി മാറും, ഇവിടെ മുഴുവനും സത്യമേ ഇല്ല എന്ന് ബ്യൂറോക്രാറ്റുകളും മറ്റുള്ളവരും പറഞ്ഞു. അസത്യം മാത്രമേ ഉള്ളൂ, ഒന്നും നേരായ ഇതില്ല. പൊതുവായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ദൂഷിത ഇതാണ് ഈ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൽ കണ്ടത്. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും അധികാര ദുർവിനിയോഗവും പിൻവാതിൽ നിയമനവും ആചാര ലംഘനവും കള്ളവും കപടതയും തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും PR വർക്കും ഒക്കെ കണ്ടു. ഇപ്പം നരേന്ദ്രമോദിജി എവിടെ ഭരിക്കുന്നുണ്ട്, എല്ലാവരെയും തട്ടിയെടുത്ത MP-മാരും MLA-മാരും ഒക്കെ എത്രയാണ് ഉള്ളത്? 100-150 ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഭരണം വേറെ വല്ലവരുമായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ ഇവരൊക്കെ എല്ലാ ഒരു കക്ഷികളൊക്കെ തന്നെ, അതായത് ജനങ്ങളുടെ പേര് പറഞ്ഞ് കുതന്ത്രങ്ങൾ പറഞ്ഞ് അവരവനിസം നടപ്പിലാക്കുക, അതാണ് എല്ലാത്തിൻ്റെയും തന്ത്രം. ഇപ്പം ഇതിന് കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. നമ്മുടെ ദേശീയ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി അതിന് ഒരു സത്യമേവ ജയതേ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ മഹാരാജ്യം മുഴുവനും നടന്ന് കുറച്ച് പൊതുജനങ്ങളും ഒക്കെ ആയിട്ട് ഇടപെട്ട് രാജ്യത്തെ കണ്ടിതൊക്കെയാണെങ്കിലും ഇപ്പോൾ ഈ മാതിരി 102 MLA-മാരുടെ പിന്തുണ ഉണ്ടായിട്ട്, 71 വേണ്ടടുത്ത് 102 പേരുടെ പിന്തുണ ഉണ്ടായിട്ട് ഒരു മുഖ്യമന്ത്രിയെ ആരെങ്കിലും കണ്ടുപിടിച്ച് സ്റ്റേണായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, MLA-മാരില്ലാത്ത തമിഴ്നാട്ടിൽ അവരെയൊക്കെയാണ്, വിജയനെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ പഠിച്ച് മുഖ്യമന്ത്രിയായി ജനോപകാരപ്രദമായ നിയമങ്ങളോടെ പാസ്സാക്കി അവിടെ ഇതായി. അതേപോലെ എന്തൊക്കെ പറഞ്ഞാണെങ്കിലും അവിടെ മറ്റൊരു ബംഗാളിലും നടപ്പിലായി, ആസാമിലും നടപ്പിലായി. ഇവിടെ ഇപ്പോഴും പരതിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ തീരുമാനമെടുത്തുകൊണ്ടിട്ട് മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരെയും തീരുമാനിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ പറയും ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പാർട്ടി ഇങ്ങനെയാണോ? ഒരു ജനനായകനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവൻ BJP-യിലാണെങ്കിൽ ഒരു നായകനെ മുന്നിൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ തന്നെ മുഖ്യമന്ത്രിയാകുന്ന ചരിത്രമാണ് കണ്ടത്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പാർട്ടിക്ക് അധീനനായിട്ടുള്ള, പാർട്ടി താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് വേണം.
ഇപ്പോൾ PC വേണുഗോപാൽ ഇവിടെ വന്ന് മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പം 8 നിലയിൽ പൊട്ടും, ജനങ്ങൾ ഇവിടെ നിന്ന് ഓടിക്കും. അത് കഴിയുമ്പോൾ VD സതീശനോ അല്ലെങ്കിൽ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോബികൾക്ക് മുഖ്യമന്ത്രിയാകും. അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ BCനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള പരിപാടിയാണോ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള സംശയമാണ് നടക്കുന്നത്. എന്താണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങൾ ഹൈക്കമാൻഡ് പറഞ്ഞാൽ കേൾക്കും. ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും കേൾക്കുന്നില്ല. അതാണിപ്പോൾ അവസ്ഥ. ഹൈക്കമാൻഡ് പറഞ്ഞാൽ കേൾക്കും, ഹൈക്കമാൻഡ് പറഞ്ഞാൽ കേൾക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഹൈക്കമാൻഡ് എന്നും പറഞ്ഞിട്ട് ഇവർ ഒരു യൂണിറ്റി ഇല്ലാതെ ഇങ്ങനെ അധികാരത്തിന് വേണ്ടി തമ്മിത്തല്ലുന്ന ഒരു പാർട്ടിയാണോ കോൺഗ്രസ് പാർട്ടി? ഇങ്ങനെയാണോ ഇതാക്കേണ്ടത്? ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അധികാരം വികേന്ദ്രീകരണം നടത്തി ജനക്ഷേമമായ പരിപാടി. ഇല്ലെങ്കിൽ കേരളവും പോവും. കേരളം ഓൾറെഡി BJP വട്ടപൂജ്യത്തിൽ നിന്ന് 1 3 വലിയ താമസം കൂടാതെ കേരളവും BJP ഭരണത്തിൽ വന്ന് ഒരിക്കൽ BJP അധികാരത്തിൽ വന്നാൽ പിന്നെ അവിടെ തിരിച്ച് ഏത് വിധേനയെങ്കിലും കുൽസിത മാർഗ്ഗങ്ങളിലോ അല്ലാത്ത മാർഗ്ഗങ്ങളിലോ വെട്ടി നിരത്തിയോ പുനഃഘടന നടത്തിയോ എങ്ങനെയെങ്കിലും അവർ തന്നെ ഇരിക്കും, അവിടെ ഭരിക്കും. അതാണിപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കണ്ടത്. എന്നിട്ടും കോൺഗ്രസ് പാർട്ടി പഠിക്കുന്നില്ല, തലയ്ക്ക് വെളിവ് വരുന്നില്ല, വിവരം വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും പൊതുജനങ്ങളെല്ലാം അക്ഷമരാണ്. വോട്ട് ചെയ്തവരെ വിഡ്ഢികളാക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏകാധിപതി ഛത്രപതി ഭരണം തന്നെയാണ് ഇവിടെ എല്ലാ പാർട്ടികളിലും നടക്കുന്നത്. 1 2 3 അല്ലെങ്കിൽ 4 പേര് തീരുമാനിക്കുക, അവർ പരമാധികാരിയായിരിക്കുക, മറ്റുള്ള അംഗീകരിക്കുക. അല്ലാണ്ട് ജനനേതാക്കളോ ജനക്ഷേമമോ ഇതൊന്നും അത് ആർക്കും ബാധകമല്ല സുഹൃത്തുക്കളെ. ഇതാണിപ്പോൾ കാണുന്നത്. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒരാളിപ്പോൾ മുഖ്യമന്ത്രിയായി വരട്ടെ. മുഖ്യമന്ത്രിയായി വന്ന് ജനങ്ങൾക്ക് ഈ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു, ഈ കൊള്ളഭരണത്തിനെതിരായിട്ടുള്ള എന്തായാലും ഇവിടെ ആര് മുഖ്യമന്ത്രി വന്നാലും ഒരു അന്വേഷണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതെല്ലാം സെറ്റിൽമെൻറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്കൂലി മേടിച്ചവരെല്ലാവരും കൂടി ഒക്കും, പൊതുജനങ്ങൾ ഫൂളാകും. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്, രാഷ്ട്രീയ ബിസിനസ്സാണ് ഇനി നടക്കാൻ പോകുന്നത്. അത് തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതാണിപ്പോൾ കണ്ടുവരുന്നത്. ഇത്രമാത്രം ഒരു മഹാവിജയം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM ആകെ തകർന്ന് തരിപ്പണമായി നാശത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ആഹ്ലാദിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. പിണറായി വിജയൻ തന്നെ ചിലപ്പോൾ തട്ടിക്കൂട്ടി തിരിച്ച് മുഖ്യമന്ത്രിയായി വരാനുള്ള സാധ്യതകളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അങ്ങോട്ടാണോ പോകുന്നതെന്നും പറയാൻ പറ്റില്ല. അതാണിപ്പോൾ കാണുന്നത്. എന്താണേലും വളരെ അത്ഭുതകരമാണ്. ഇത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ജനനായകൻ തന്നെ ലീഡറായിക്കൊണ്ട് മറ്റുള്ളവർക്ക് അധികാരം പങ്കുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ടേം വ്യവസ്ഥയിലോ ഉണ്ടാകുമെന്ന് നമുക്ക് ആശിക്കാം. പ്രമുഖരായ ബുദ്ധിട്ടാങ്കുകളും പ്രമുഖന്മാരും ഒക്കെ തീരുമാനിക്കട്ടെ. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. I am ക്യാപ്റ്റൻ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.